ഈ തിരുവാഴ്ത്താൻ ചത്താലും കുത്തും എന്ന് പറഞ്ഞൊരു ചൊല്ല് കേട്ടിട്ടില്ലേ? ഈ മരിച്ചു കഴിഞ്ഞാലും മനുഷ്യനെ ഉപദ്രവിക്കുന്ന ആൾക്കാർ. തിരുവാഴ്ത്താൻ്റെ കഥ ഞാൻ പിന്നീട് ഒരിക്കലും പറയാം. അതിച്ചിരി കുഴപ്പം പിടിച്ച കഥയാണ്. ഏതായാലും മരിച്ചാലും ഉപദ്രവിക്കുന്ന ആളുകൾ എന്നുള്ള അർത്ഥത്തിലാണത്. ചത്താലും കുത്തും. ഇതുപോലെയാണ് നമ്മളുടെ ഇറാനിൽ മരിച്ചുപോയ അല്ലെങ്കിൽ കൊല്ലപ്പെട്ട അലി ഖമനൈ എന്ന കാർന്നോരെ കഴിഞ്ഞ ഫെബ്രുവരി 27 രാത്രി ആണ് ഇസ്രായേലും അമേരിക്കയും ചേർന്ന് വലിയൊരു ആക്രമണം നടത്തി പുള്ളിയുടെ കംപ്ലീറ്റ് കോമ്പൗണ്ട് നിലംപരിശാക്കി കളഞ്ഞു. 45 നേതാക്കളാണ് അവിടെ കൂടിയാലോചന നടത്തിക്കൊണ്ടിരുന്നപ്പോഴാണ് ഇവർ കയറി ആക്രമിക്കുന്നത്. അപ്പോൾ നമ്മുടെ നരേന്ദ്രമോദി അവിടെ പോയിരുന്നു ഇസ്രായേലിൽ. 26 നരേന്ദ്രമോദി പോന്നു. 27 രാത്രിയിൽ ഈ പാതകം നടന്നു. നരേന്ദ്രമോദിയാണ് ഇതിൻ്റെ പിന്നിൽ, അങ്ങേര് സമാധാനം പറയണമെന്നൊക്കെ പറഞ്ഞിട്ട് ഇവിടെ കുറേ പേര് ബഹളമൊന്നും. എൻ്റെ പൊന്നച്ച, അവസാനം ഇസ്രായേൽ തന്നെ പറഞ്ഞു, നരേന്ദ്രമോദി ഇവിടെ നിന്ന് പറന്ന് പൊങ്ങുന്നത് വരെ ഞങ്ങൾ ഇറാനിലെ ഓപ്പറേഷൻ പ്ലാൻ ചെയ്തിരുന്നില്ല, എല്ലാം ഷടപടേ എന്നായിരുന്നു. അങ്ങനെ രാത്രി ഞങ്ങൾ അടികൊടുത്തു. ഇതാണ് സത്യാവസ്ഥ എന്നൊക്കെ പറഞ്ഞു. എന്നാലും ഇപ്പോഴും അത് വിശ്വസിക്കാത്ത ജിഹാദികൾ ഇന്ത്യയിലുണ്ട്, കേരളത്തിൽ പ്രത്യേകിച്ചുമുണ്ട്. അവരിപ്പോഴും മോദി എന്തോ തിരിക്ക് വെച്ചിട്ടാണ് വന്നത്, അങ്ങനെയാണ് എന്ന് വിശ്വസിക്കുന്നു. എന്ത് ചെയ്യാൻ പറ്റും? ഇപ്പം 1000 കുടത്തിൻ്റെ വാകെട്ടാൻ പറ്റും, ഒരു മനുഷ്യൻ്റെ വാകെട്ടാൻ പറ്റില്ല എന്ന് പറയില്ലേ? അതുപോലെ പറയുന്നവർ പറയട്ടെ, എന്ത് ഭയങ്കര ഈ സംഭവമൊക്കെ നടന്നു. ഇപ്പോൾ കുഴപ്പം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ അലി ഖമനയുടെ മൃതദേഹം അടക്കാൻ കൊണ്ടുപോകുന്നു. ജൂലൈ 4 മുതൽ 9 വരെയാണ് അതിൻ്റെ ചടങ്ങുകൾ. ഇച്ചിരി നീണ്ട ചടങ്ങാണ്, ചെറിയ കാര്യമൊന്നുമല്ല. ചുമ്മാ എടുത്തങ്ങ് പള്ളിയിലെ കുഴിയിൽ ഖബറടക്കിയാൽ ശരിയാവില്ല. അതുകൊണ്ട് 5 ദിവസം കൊണ്ടാണ് ഖബറടക്കം. പല സ്റ്റേജുകളിലായിട്ട് പല സ്ഥലത്ത് പൊതുദർശനം, അത് ഇത് മൊത്തം 2 കോടി ആൾക്കാർ കൂടുമെന്നാണ് അവർ കണക്ക് കൂട്ടിയിട്ടുള്ളത്. കാരണം പണ്ട് ആയത്തുള്ള ഖൊമൈനി മരിച്ചപ്പോൾ 1 കോടി ആൾക്കാരായിരുന്നു വിലാപയാത്രയിൽ. അപ്പോൾ ഈ ഖമനൈക്ക് 2 കോടി വേണ്ടേ? മാത്രമല്ല അതിലും വലിയ മരണമായിരുന്നു. വളരെ വയലൻ്റായിട്ടുള്ള ആക്രമണത്തിലൊക്കെ കൊല്ലപ്പെട്ട ആളാണ്. എന്തെങ്കിലും കഷ്ണം ബാക്കി കിട്ടിയിട്ടുണ്ടോയെന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. കാരണം ഈ പൊട്ടിത്തെറിയിലൊക്കെ മരിച്ച മനുഷ്യരുടെ, നമ്മുടെ ഒരു പ്രധാനമന്ത്രി രാജീവ് ഗാന്ധി, അദ്ദേഹം ശ്രീപെരുമ്പുതൂരിൽ വെച്ച് ബോംബ് പൊട്ടി മരിച്ചതിൻ്റെ സീൻ നിങ്ങളിൽ എത്ര പേര് കണ്ടു എന്ന് എനിക്കറിയാമല്ല. അന്ന് പേപ്പറിൽ ഫോട്ടോയൊക്കെ വന്നതാണ്. ചിന്ന ഭിന്നമായി പോകും കേട്ടോ. എന്തു ആയിക്കോട്ടെ, അത് പെറുക്കി കൂട്ടിയെടുത്തിട്ട് അവർ ശവടക്കാൻ കൊണ്ടുപോകുന്നത് നമുക്ക് കുറ്റം പറയാൻ പറ്റില്ല. അത് വലിയ ചടങ്ങൊക്കെയാണ്, കൊള്ളാം, കുഴപ്പമില്ല, അത് നടക്കട്ടെ. ഇപ്പോൾ കരാറൊക്കെ ആയി, സമാധാനമായി. അതുകൊണ്ട് അവർ 2 കോടി ആൾക്കാരെയും വെച്ചിട്ട് ഇത്രയും ആൾക്കാരെ എങ്ങനെ കൊള്ളിക്കുമോ? ഇപ്പോൾ എനിക്കറിഞ്ഞുകൂടാ. ഒരു പോയിന്റിൽ നിന്ന് വേറൊരു പോയിന്റിലേക്ക് 2 കോടി ആൾക്കാർ നടന്നെത്താനായിട്ട് എന്ത് വൈകിയോട്ടെ, അതൊക്കെ അവർ പ്ലാൻ ചെയ്ത് കാണും. നമ്മുടെ തലവേദനയല്ലല്ലോ ഇതൊന്നും. ശരി, 2 കോടിയെങ്കിൽ 2 കോടി കുറയ്ക്കേണ്ട കിടക്കട്ടെ. അപ്പോൾ എന്നിട്ട് ഇറാൻ്റെ പ്രസിഡൻറ്റ് പെസഷ്കിയാനെ ഞാൻ തങ്കപ്പഞ്ചേട്ടനെന്ന് വിളിച്ചോട്ടെ. കാരണം ഈ പെസഷ്കിയാൻ നാക്കുളുക്കും, അതുകൊണ്ടാണ്. മറ്റൊന്നും വിചാരിക്കരുത്. പെസഷ്കിയാൻ്റെ ആരാധകർ നിറയെ ഉണ്ട് കേരളത്തിൽ. അപ്പോൾ അവർക്ക് ഒരു വിഷമം തോന്നരുത്. എൻ്റെ നാക്കുളുക്കാതിരിക്കാൻ വേണ്ടിയിട്ട് ഞാൻ എടുക്കുന്ന ഒരു പ്രിക്കോഷൻ എന്ന് വിചാരിച്ചാൽ മതി. അപ്പോൾ ഈ തങ്കപ്പഞ്ചേട്ടൻ പ്രധാനപ്പെട്ട ആൾക്കാരെയൊക്കെ ഈ ഖബറടക്കത്തിന് ക്ഷണിച്ചു. അതായത് റഷ്യ, ചൈന, ഇന്ത്യ, ഫ്രാൻസ്, പാകിസ്ഥാൻ, ഇത്രയും പേരെയാണ് ക്ഷണിച്ചിരിക്കുന്നത്. ബാക്കി നാട്ടുകാരെ ഒന്നും ഇതുവരെ ക്ഷണിച്ചിട്ടില്ല. ഇനി ക്ഷണിക്കുമോ എന്ന് എനിക്കറിയാമില്ല. ബാക്കി രാജ്യങ്ങൾ ഒരുപാട് കിടക്കുകയല്ലേ. ഇസ്രായേലിനെ അംഗീകരിക്കുന്നവരെ ഇറാൻ ക്ഷണിക്കുകയില്ല, വേണ്ടപ്പം. അമേരിക്കയുമായിട്ട് വളരെ അടുപ്പമുള്ളവരെ ക്ഷണിക്കുകയില്ല, ശരി, വേണ്ട. അമേരിക്കയുമായിട്ട് വർക്കിംഗ് റിലേഷനുണ്ട് എന്ന് വിചാരിച്ചിട്ട് ആരെയും ക്ഷണിക്കാതിരിക്കേണ്ട കാര്യമൊന്നുമില്ല. എന്ത് വാങ്ങിക്കോട്ടെ, മറ്റുള്ളവരെ ഇതുവരെ ക്ഷണിച്ചിട്ടില്ല. ഗൾഫ് രാജ്യങ്ങളെ ക്ഷണിക്കാൻ നിർവാഹമില്ല. എല്ലാവരെയും ഈ പുള്ളിക്കാർ ആക്രമിച്ചു, ഇല്ലേ? സകലതിനെ അടച്ചാക്കി. ഗൾഫിൻ്റെ അപ്പുറത്ത് ഇപ്പോൾ ഈജിപ്റ്റ് രക്ഷയില്ല.
തുർക്കി രക്ഷയില്ല, ഇറാഖ് ഒരു രക്ഷയില്ല. ഇവരെയൊക്കെ ഒരു നേരം അല്ലെങ്കിൽ വേറെ നേരം പുള്ളി ആക്രമിച്ചിട്ടുണ്ട്. ഈ യുദ്ധം തുടങ്ങിയതിന് ശേഷം കുറഞ്ഞ പക്ഷം ഒരു മിസൈലെങ്കിലും പുള്ളി എല്ലാ സ്ഥലത്തേക്കും വിട്ടിട്ടുണ്ട്. അപ്പോൾ ഇറാഖ്, സിറിയ, ലെബനൻ ഒരു രക്ഷയില്ല. ഇവരെ ആരെയും വിളിക്കാൻ നിർവാഹമില്ല. ഇവരൊക്കെ കൂടുതലും സുന്നികളും അതുകൊണ്ട് മഹാഭാവികളുമാണ്. പിന്നെ വിളിക്കുന്നത് പാകിസ്ഥാൻ. വിളിച്ചാൽ വെളിപ്പുറത്ത് നിൽക്കുന്നവരാണ്, അവരുടെ ഇറാൻ്റെ വേലക്കാർ പോലെ. പിന്നെ മധ്യസ്ഥ വഹിച്ചു, അതായത് ചായ, പഴംപൊരി, പരിപ്പുവട ഇത് കൊണ്ടുവന്ന് കൊടുക്കുക, മേശ തുടയ്ക്കുക, ഇതുപോലത്തെ ജോലികളൊക്കെ ചെയ്ത് അവരും ഉണ്ടായിരുന്നു ഈ മധ്യസ്ഥ ചർച്ചയിൽ. പാകിസ്ഥാനെ ക്ഷണിക്കേണ്ട താമസം ക്ഷണം സ്വീകരിച്ച് ഷെഹബാസ് ഷെരീഫ് അവിടെ പോകും എന്ന് അനൗൺസ് ചെയ്ത് കഴിഞ്ഞു. ആസിം മുനീർ പോകുമെന്ന് പിന്നെ പറയണ്ടല്ലോ. ആസിം മുനീർ ഇല്ലാതെ ഷെഹബാസ് ഷെരീഫ് ഒറ്റയ്ക്കൊന്നും പോകുമൊന്നുമില്ല. അപ്പോൾ അവിടെ പോയിട്ട് 5 ദിവസവും ആശാന്മാരവിടെ കുളിച്ച് ഉണ്ട് താമസിച്ച് ചാപ്പാടൊക്കെ ഫ്രീ ആയിട്ട് കിട്ടുമെന്നാണ് വിചാരം. അപ്പോൾ അത് അവർ സമ്മതിച്ചു. പക്ഷേ ഇന്ത്യ, റഷ്യ, ചൈന, ഫ്രാൻസ് ഇവരാരും ഒന്നും മിണ്ടിയിട്ടില്ല. നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ വ്ളാഡിമിർ പുതിൻ ഒരു കബറടക്കത്തിന് ഇറാനിൽ പോകുമെന്ന്? ഞാൻ വിചാരിക്കുന്നില്ല. അവരെങ്ങനെ പോകുന്നവരല്ല. അവരെന്നല്ല, മറ്റ് രാജ്യങ്ങളും പോകില്ല. ചൈന പോകില്ല, ഫ്രാൻസ് പോകില്ല, ഇന്ത്യയും പോകില്ല. ആരെങ്കിലും 2 പേരെ അങ്ങോട്ടൊന്ന് അയച്ചു എന്ന് വരും. ഇതിൻ്റെ കാരണം എന്താണെന്നറിയാമോ? ഈ അലി ഖമനേയി അവിടുത്തെ ഒരു മതനേതാവാണ്. ഭരണഘടനാപരമായിട്ട് അവിടുത്തെ പ്രസിഡൻറ്റ് നമ്മുടെ തങ്കപ്പൻ ചേട്ടനാണ്, അല്ലേ? അബ്ബാസ് അരാക്ചി അവരുടെ തിരഞ്ഞെടുക്കപ്പെട്ട ഫോറിൻ മിനിസ്റ്ററാണ്. ഗാലിബിഫ് അവരുടെ തിരഞ്ഞെടുക്കപ്പെട്ട സ്പീക്കറാണ്. ഇവരെയൊക്കെ നമുക്ക് അംഗീകരിക്കാം. ഇവർ ചത്താൽ നമുക്ക് റീത്ത് വയ്ക്കാനായിട്ട് പോകാം. അതല്ലാതെ അവിടെ ഭരണഘടനാ ബാഹ്യമായ ഒരു ശക്തി, അങ്ങനെയാണ് എല്ലാ കാര്യവും തീരുമാനിക്കുന്ന കാര്യം ശരിയാണ്. പക്ഷേ യുണൈറ്റഡ് നേഷൻസിൽ അലി ഖമനയെ കയറ്റുക ഇല്ലല്ലോ. പെസഷ്കിയാനെ കയറ്റുക, അല്ലെങ്കിൽ അവരുടെ ദൂതനെ കയറ്റും. അല്ലാതെ അലി ഖമനയെ ചെന്ന് കഴിഞ്ഞാൽ അവിടെ കയറ്റില്ല. ഇറാൻ്റേതായ ഒരു സൈന്യമുണ്ട്. പക്ഷേ അലി ഖമനയുടെ പ്രൈവറ്റ് സൈന്യമായ IRGC ആണ് യഥാർത്ഥ സൈന്യം. ഇതൊക്കെയാണ് അവിടുത്തെ സെറ്റപ്പ്. മനുഷ്യന് ഇത് ഒന്നും ചെയ്യാൻ നിർവാഹമില്ലാത്ത ഏർപ്പാട്. എന്നാൽ 2018 മോദി അവിടെ പോയപ്പോൾ ഖമനയും കണ്ടതാണ്. കാരണം ഈ യാഥാർത്ഥ്യം നമുക്ക് കണ്ടില്ല എന്നടിക്കാൻ പറ്റില്ല. അയാളാണ് കാര്യം തീരുമാനിക്കുന്നത്. അതുകൊണ്ട് അയാളെയും കണ്ടു, വാചകമൊക്കെ അടിച്ച് തിരിച്ചു പോകുന്നു. ഇപ്പോൾ പക്ഷേ ഖബറടക്കത്തിന് നമ്മൾ പോയി കഴിഞ്ഞാൽ ദാറ്റ് വിൽ സെൻഡ് എ വെരി ബാഡ് മെസ്സേജ്. ബാക്കി രാജ്യങ്ങളിലും ഇതുപോലെ എന്തെങ്കിലുമൊക്കെ ആയിട്ട് എക്സ്ട്രാ കോൺസ്റ്റിറ്റ്യൂഷണൽ അതോറിറ്റിയൊക്കെയുള്ള ആൾക്കാരുണ്ടാവും. അവരുടെയൊക്കെ ശവമടക്കിനോ ശവദാഹത്തിനോ ഒക്കെ നമ്മൾ പോകണമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബുദ്ധിമുട്ടാണ്. അതുമാത്രമല്ല, നമ്മുടെ പ്രധാനമന്ത്രി നേരത്തെ നിശ്ചയിച്ച ഒരു യാത്രയുണ്ട്, ഇന്തോനേഷ്യ, ഓസ്ട്രേലിയ, ന്യൂസിലാൻഡ്. അത് 6-ാം തീയതി പോയി 11-ാം തീയതി തിരിച്ചെത്തുന്ന യാത്രയാണ്. ഇവരുടെ യാത്ര വിലാപയാത്ര 4 മുതൽ 9 വരെ. മോദിക്ക് പോകേണ്ടത് 6 മുതൽ 11 വരെ. അപ്പോൾ ഇത് രണ്ടും തമ്മിൽ ക്ലാഷ് ആകും. മോദിക്ക് ക്ലീനായിട്ട് പറയാൻ നേരത്തെ തീരുമാനിച്ച യാത്രയാണ് ചേട്ടാ, ഞാൻ അങ്ങോട്ട് പോവുകയാണ്. ഞാൻ ഒരു കാര്യം ചെയ്യാം, നമ്മുടെ 2 പിള്ളേരെ, എടാ ഗോപാല, മാധവ ഇവിടെ വന്നേ. എന്താ ചേട്ടാ? എടാ നീ ഒന്ന് ഇറാനിൽ പോകണം. അയ്യോ എനിക്കെങ്ങും എടാ പറയുന്നത് കേൾക്ക്, വളരെ അത്യാവശ്യ കാര്യമാണ്. നീ അവിടെ പോയിട്ട് ഒന്നും ചെയ്യണ്ട, ഒരു റീത്ത് വയ്ക്കുക, എന്നിട്ട് വളരെ ഗൗരവത്തിലൊക്കെ നിൽക്കുക. നിൻ്റെ കളിചിരിയൊന്നും പുറത്തെടുക്കരുത്, അവിടെ മരണം വീടാണ് എന്നൊക്കെ പറഞ്ഞ് 2 പേരെ വിടും. ഇത്രേ ഇതിൻ്റെ കാര്യമുള്ളൂ. നമുക്ക് ഈ ധർമ്മസങ്കടം നേരത്തെ ഉണ്ടായിരുന്നതാണ്. അതിൻ്റെ പേരിൽ ഇവിടെ വഴക്ക് നടന്നതാണ്. നിങ്ങൾ പലരും ഓർക്കുന്നുണ്ടാകും, ചിലരെങ്കിലും മറന്നു പോയി കാണും. ഈ കാർന്നൊരു ബോംബ് വീണ് ചത്തുപോകുന്നത് 27-ാം തീയതി രാത്രി. നമ്മൾ അനുശോചനം രേഖപ്പെടുത്തുന്നത് മാർച്ച് 5-ാം തീയതിയാണ്. അതെന്താ അത്രയും താമസിക്കാൻ കാര്യം? അതിന് ഇവിടെ വലിയ ബഹളമായി. ഒരു അനുശോചന സന്ദേശം പോലും എന്നൊക്കെ പറഞ്ഞ് മോദി അനങ്ങിയില്ല, വിദേശകാര്യ വകുപ്പ് അനങ്ങിയില്ല. മാർച്ച് 5-ാം തീയതി നമ്മുടെ വിദേശകാര്യ വകുപ്പിലെ ഒരു ഉദ്യോഗസ്ഥൻ ഇറാൻ്റെ എംബസിയിലേക്ക് പോയിട്ട് അവിടെ ഒരു രജിസ്റ്റർ വെച്ചിട്ടുണ്ട്. ആ രജിസ്റ്ററിൽ നമ്മുടെ അനുശോചന സന്ദേശം എഴുതി ഒപ്പിട്ടു.
ഇതാണ് നമ്മൾ ചെയ്ത കാര്യം. അന്നും ഇതായിരുന്നു പ്രശ്നം. കാരണം ആരാണ് അലി ഖമനേയി? ഒരു രാഷ്ട്രം ആദരാഞ്ജലി അർപ്പിക്കണമെങ്കിൽ ഭരണഘടനാപരമായ പദവിയിലിരിക്കുന്ന ആൾ മരിക്കുമ്പോഴാണ് അത് ചെയ്യേണ്ടത്. അതല്ലെങ്കിൽ അന്യഥ നോബൽ സമ്മാനം കിട്ടിയതോ സാഹിത്യകാരനോ പാട്ടുകാരനോ ഫുട്ബോളറോ ഇത്തരം കാര്യങ്ങളിലൊക്കെ ചെയ്യാം. അത് ഒരു എക്സ്പോസ്റ്റിൽ അവസാനിക്കും. അതിന് പിന്നെ പോയി ബുക്കിലെഴുതുന്ന പരിപാടിയൊന്നുമില്ല. ഏതായാലും അലി ഖമനേയി അല്ലേ എന്നൊക്കെ പറഞ്ഞിട്ട് മാർച്ച് 5-ാം തീയതി ആയപ്പോൾ നമ്മൾ ബുക്കിലെഴുതി. അത് കഴിഞ്ഞിട്ട് ഇപ്പോൾ വന്നിരിക്കുന്ന ധർമ്മസങ്കടം ഇതാണ്. അപ്പോൾ ഈ ധർമ്മസങ്കടം പ്രധാനമന്ത്രിയുടെ യാത്ര പറഞ്ഞിട്ട് നമുക്ക് ഇന്തോനേഷ്യ, ഓസ്ട്രേലിയ, ന്യൂസിലാൻഡ്. ഇന്തോനേഷ്യ നമ്മളുടെ ബ്രഹ്മോസ് വാങ്ങാൻ പോകുന്നു ഇല്ല എന്നൊക്കെ പറഞ്ഞ് നിൽക്കുക. അപ്പോൾ ഇതിൻ്റെയൊക്കെ കാര്യത്തിലായിരിക്കും അദ്ദേഹം അവിടെ പോകുന്നതും സംസാരിക്കുന്നതൊക്കെ എന്ന് ഞാൻ ഊഹിക്കുന്നു. അപ്പോൾ ഈ യാത്ര മാറ്റി വയ്ക്കാൻ പറ്റില്ല ചേട്ടാ, ഞാൻ പോവാണ് എന്ന് പറയാം. പുടിൻ പോവില്ല, ഷീ ജിൻപിങ് ഒട്ടും പോവില്ല, ഫ്രാൻസും ഒന്നും തീരുമാനിച്ചിട്ടില്ല. പക്ഷേ എനിക്ക് തോന്നുന്നില്ല മാക്രോണൊക്കെ പോകുന്നു, എനിക്ക് തോന്നുന്നില്ല. ഈ പറഞ്ഞ പോലെ അവിടുത്തെ ഏതെങ്കിലും മാധവനെയോ നാരായണനെയോ വിടും. ഇതാണ് ചെയ്യാൻ പോകുന്നത്. ബട്ട് ഇതിൽ പ്രശ്നം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഒരു വിഭാഗം മാധ്യമങ്ങൾ ആർഗ്യൂ ചെയ്യുന്നത് നരേന്ദ്രമോദിയെ ഇൻവൈറ്റ് ചെയ്തത് ഒരു ഗ്യാരണ്ടിക്ക് വേണ്ടിയിട്ടാണ്. എന്തിൻ്റെ ഗ്യാരണ്ടി? ഈ 4 മുതൽ 9 വരെയുള്ള ഇവരുടെ ചടങ്ങുകളുണ്ടല്ലോ, ഈ ചടങ്ങുകളുടെ സമയത്ത് ഇറാനിലെ ഒഫീഷ്യൽസ് മുഴുവൻ, IRGCയുടെ കമാൻഡർമാർ, അവരെതിര് എല്ലാ ആൾക്കാരും അവിടെ ഉണ്ടാകും. ബാൻഡ് സെറ്റ്, വാദ്യം, കുഴലൂത്തുകാർ വരെ അവിടെ ഉണ്ടാകും. എല്ലാവരും മാളത്തിൽ നിന്ന് ഇറങ്ങണമല്ലോ. ഈ സമയത്ത് ഇസ്രായേൽ ഒരു കീറിയാൽ എന്ത് ചെയ്യും? ഇസ്രായേൽ അത് ചെയ്യാൻ മടിക്കുന്നവരല്ല. ഇവന് തലപ്പുറത്ത് കണ്ടു കഴിഞ്ഞാൽ അപ്പം തട്ടിക്കളയാനുള്ള ലിസ്റ്റ് അവരുണ്ടാക്കി വെച്ചിട്ടുണ്ട്. ഈ പെസഷ്കിയാനും ഗാലിബിഫും ഒക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കുന്നത് ഇസ്രായേലിൻ്റെ ദയയിലാണ്, അല്ലാതെ ഇവരെ കൈ കിട്ടാഞ്ഞിട്ടാണ്. ഇവരെ പൊട്ടിച്ച് കളയാൻ ഇസ്രായേലിന് നേരെ എത്ര വേണം? അപ്പോൾ ഇതിനിടയ്ക്ക് ഇസ്രായേലിൻ്റെ ഒരു ഓപ്പറേഷൻ നടന്നാൽ അത് തടയാൻ എന്ത് ചെയ്യും? അതിന് തടയിടാൻ പറ്റിയ പാർട്ടി നരേന്ദ്രമോദിയാണ്. നരേന്ദ്രമോദിയെ അവിടെ നിൽക്കുന്നു എന്ന് കണ്ടു കഴിഞ്ഞാൽ ഇസ്രായേലിനൊന്നും ചെയ്യാൻ പറ്റില്ല. ഒന്നാമത് ഇസ്രായേൽ നല്ല മെച്യൂരിറ്റിയുള്ള ഒരു രാജ്യമാണ്. നരേന്ദ്രമോദി അവിടെ പോയി കഴിഞ്ഞാൽ ഇസ്രായേലിന് ദേഷ്യമൊന്നും വരില്ല. ഇറാനിൽ പോയതാൻ എന്നൊന്നും അവർ ചോദിക്കും. അവർക്കറിയാം ആദ്യപ്പം കമറുടെയൊക്കെ അല്ലേ, അതിനൊന്ന് പോയി വന്നു, അതുകൊണ്ടൊന്നും നമ്മുടെ ബന്ധം വഷളാവുമൊന്നുമില്ല. പക്ഷേ അവരുടെ മേജർ പരിപാടി പൊളിഞ്ഞു പോകും കാരണവരവിടെ നിന്ന് കഴിഞ്ഞാൽ. ഇതിനു വേണ്ടിയിട്ടാണ് മോദിയെ വിളിക്കുന്നതെന്നാണ് ഒരു വിഭാഗം മാധ്യമങ്ങൾ പറയുന്നത്. ഒരു വിഭാഗം മാധ്യമങ്ങൾ എന്ന് പറയുമ്പോൾ നിങ്ങൾ കേരളത്തിലെ ചാനലുകളൊന്നും വെച്ച് നോക്കരുത്. അവർക്കിതൊന്നും അറിയാമല്ല, അവരിതൊന്നും ശ്രദ്ധിക്കാറുമില്ല. ശ്രദ്ധിച്ചാൽ ഇതിൻ്റെ പ്രാധാന്യവും മനസ്സിലാവില്ല. അതാണ് രസം. അപ്പോൾ അങ്ങനെ ഈ ഒരു ആംഗിൾ വന്നപ്പോഴാണ് എനിക്ക് തോന്നിയത് ഇതൊരു വീഡിയോയിലൂടെ നിങ്ങളെ അറിയിക്കണം, ഇങ്ങനൊരു കളിയുണ്ട് എന്നുള്ളത്. വാസ്തവത്തിൽ ഇതുണ്ടോ എന്ന് ചോദിച്ചാൽ എനിക്കറിയില്ല കേട്ടോ. ബട്ട് ഉണ്ടാവാനിടയുള്ള ഒരു സാഹചര്യമാണ് ഇറാനിലിപ്പോൾ. കാരണം ഇസ്രായേലിനെ പറ്റി അവർക്ക് യാതൊരു വിശ്വാസവും ഇല്ല. ഇസ്രായേൽ ഈ കരാറിൽ ഒപ്പിട്ടിട്ടില്ല. ഇസ്രായേൽ ഇപ്പോഴും ലെബനിലെ ആക്രമണം തുടരുന്നു. ഇസ്രായേലിന് ഇറാനെ ആക്രമിക്കാതിരിക്കാൻ പ്രത്യേകിച്ച് ന്യായമൊന്നുമില്ല. കൊടുക്കട ഒരടി ഇപ്പോഴേ അടിക്കാൻ പറ്റുള്ളൂ എന്ന് പറയും. ഇല്ലേ, മഹാഭാരതത്തിൽ കർണൻ്റെ രഥം ചെളിയിൽ പൊതഞ്ഞല്ലോ. അപ്പം ചെളിയിൽ നിന്ന് കർണൻ രഥം ഇങ്ങനെ പൊക്കിയെടുക്കുന്ന സമയത്ത് ശ്രീകൃഷ്ണൻ അർജുനോട് പറഞ്ഞു, അമ്പയ്യട. അല്ല ചേട്ടാ, അവൻ്റെ രഥം പൊതഞ്ഞിരിക്കുകയല്ലേ, അത് നേരെയാക്കുന്നവരെ നമ്മളൊന്ന് കാക്കണ്ടേ. ശ്രീകൃഷ്ണൻ നേരെയാക്കി കഴിഞ്ഞാൽ അവൻ മഹാവിക്രമിയാണ്, അടിക്കട അവന്. ഇങ്ങനെ അവസരം കിട്ടുമ്പോൾ അടിക്കുക ശത്രുവിനെ എന്നുള്ള പ്രിൻസിപ്പിൾ നമ്മളിപ്പോൾ അത് ഫോളോ ചെയ്യാറില്ല കേട്ടോ. മഹാഭാരതത്തിൽ ശ്രീകൃഷ്ണൻ പറഞ്ഞ കാര്യം നമ്മൾ ഫോളോ ചെയ്യാറില്ല, പക്ഷേ ഇസ്രായേലുകാരത് ഫോളോ ചെയ്യും, അവരത് ചെയ്യും. അപ്പോൾ അതുകൊണ്ട് അതിൻ്റെ ഗ്യാരണ്ടിയായിട്ട് നരേന്ദ്രമോദിയെ നിർത്താം എന്നുള്ള പ്ലാൻ ഇതിൻ്റെ പുറകിലുണ്ട് എന്ന് പറയുന്നു. അത് വിശ്വസനീയമായ ഒരു സോഴ്സൊന്നുമല്ല, പക്ഷേ മാധ്യമങ്ങളിൽ വന്നു. ഞാൻ നോക്കിക്കഴിഞ്ഞപ്പോൾ അതിനൊരു സാധ്യതയുണ്ട്. അതുകൊണ്ട് നരേന്ദ്രമോദി ഒട്ടും അങ്ങോട്ട് പോവില്ല. നരേന്ദ്രമോദി നേരത്തെ യാത്രയൊക്കെ 3 മാസം മുമ്പൊക്കെ തീരുമാനിക്കുമല്ലോ. ഇപ്പോൾ ഇന്തോനേഷ്യ, ഓസ്ട്രേലിയ, ന്യൂസിലാൻഡ് 3 രാജ്യങ്ങളെ പണിമുടക്കിയിട്ട് ഇറാനിൽ പോകാൻ പറ്റുമോ? പറ്റില്ല.
മാത്രമല്ല ഇത് വലിയ ചടങ്ങുമല്ല. ഇറാനെ സംബന്ധിച്ചിടത്തോളം വലിയ ചടങ്ങായിരിക്കാം, മറ്റ് രാജ്യങ്ങൾക്ക് വലിയ ചടങ്ങൊന്നുമല്ല. അതുകൊണ്ട് ഇറാൻ ഇപ്പം ചെയ്തിരിക്കുന്നത് അവരുടെ പ്രിയോറിറ്റി എന്താണ് എന്ന് നാട്ടുകാരെ അറിയിച്ചിരിക്കുകയാണ്. ആരാണ് അവരുടെ സുഹൃത്ത് രാജ്യങ്ങൾ എന്ന് ലോകത്തെ അറിയിച്ചുകൊണ്ടാണ് ഇത്രയും രാജ്യങ്ങൾക്ക്, അതായത് റഷ്യ, ചൈന, ഇന്ത്യ, ഫ്രാൻസ്, പാകിസ്ഥാൻ 5 രാജ്യങ്ങൾക്ക് പെസഷ്കിയാൻ നേരിട്ട് ക്ഷണിച്ചിട്ടുള്ളത്. അതുകൂടാതെ പെസഷ്കിയാൻ ഒരു പ്രസ്താവനയും നടത്തി കേട്ടോ. അതിലും വലിയ തമാശയാണ്. പെസഷ്കിയാൻ പറഞ്ഞു, ഞങ്ങളുടെ കയ്യിൽ മിസൈലുള്ളതുകൊണ്ടാണ്, അല്ലെങ്കിൽ ഞങ്ങൾ ഗസ പോലെ ആകേണ്ടതാണ്. ഗസയാവാതിരുന്നത് മിസൈലുള്ളതുകൊണ്ടാണ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ പറയേണ്ട മനുഷ്യൻ? നിങ്ങൾ ആലോചിച്ച് നോക്ക്. മിസൈൽ ആക്രമിക്കാനുള്ളൊരു സാധനമാണ് മിസൈൽ, പ്രതിരോധിക്കാനുള്ളതല്ല. ഒരു മിസൈൽ ഇങ്ങോട്ട് വരുന്നു എന്ന് വയ്ക്കുക, അതിനെ തടയാനായിട്ട് ഈ മിസൈൽ, ഇറാൻ്റെ കയ്യിലുള്ള മിസൈൽ കൊണ്ട് പറ്റില്ല. അത് ആക്രമിക്കാൻ കൊള്ളാം. നിങ്ങൾ ഗസയാവാതിരുന്നത് ഇസ്രായേലിൻ്റെയും അമേരിക്കയുടെയും ദാക്ഷിണ്യം കൊണ്ട് മാത്രമാണ്. അല്ലെങ്കിൽ അവർ അങ്ങോട്ടും ഇങ്ങോട്ടുമൊക്കെ എയർ സ്ട്രൈക്ക് നടത്തി കഴിഞ്ഞാൽ ആളെത്ര മരിക്കുമെന്ന് അറിയാമോ? ഇറാനിൽ 3 മാസം കൊണ്ട് 3 ലക്ഷം പേരെയെങ്കിലും അവർ കൊന്നൊടുക്കിയാൽ. ജനോസൈഡ് എന്നൊക്കെ പറഞ്ഞ് നിങ്ങൾ നിലവിളിക്കുക, അത് വേറെ കാര്യം. ഗാസയിൽ ജനോസൈഡ് നടത്താൻ അവർക്ക് വല്ല മനസാക്ഷിക്ക് കുത്തുകൊണ്ടായോ? ആയിരിക്കട്ടെ, ഗാസയെ നിങ്ങൾക്ക് ഈ മിസൈൽ വെച്ച് സംരക്ഷിക്കാമായിരുന്നില്ല തങ്കപ്പൻ ചേട്ടാ? എന്താ സംരക്ഷിക്കാൻ? ഞാൻ ഗസയെ സംരക്ഷിക്കണ്ടേ? ഓൾ ഐസ് ഓൺ ഗസ. സ്ത്രീകൾ, കുട്ടികൾ, ഗർഭിണികൾ സംരക്ഷിച്ചില്ലല്ലോ, ഒന്നും ചെയ്തില്ല. ഗസ വഴിയാധാരമായി. നിങ്ങളുടെ ആൾക്കാരാണ് ഹമാസ്. അപ്പോൾ അവർ സുന്നി, അതുകൊണ്ട് പോട്ടെ. ലെബനനിൽ ഹിസ്ബുള്ള, അത് ഷിയ, അതുകൊണ്ട് അത് ഞാൻ വിടില്ല. ഗൾഫ് കൺട്രീസ് മൊത്തം സുന്നി, അടിക്കടാവനെ. UAE നിങ്ങൾ ഏറ്റവും അധികം മിസൈലുകൾ ഇട്ടത് UAE, ഇസ്രായേലിലേക്കല്ല. എന്താണ് തങ്കപ്പൻ ചേട്ടാ ഈ വാചകം വിളിക്കുന്നത്? ഗസയാണ് പോലും, എന്ത് ഗസ? എന്നിട്ട് ഈ തങ്കപ്പൻ ചേട്ടൻ നാട്ടിലെ ആൾക്കാരെ മുഴുവൻ ഉപദ്രവിച്ച് ഈ ഹോർമൂസ് കടലെടുക്ക് ഞെക്കിപ്പിടിച്ച് എന്തെല്ലാം ശല്യം ചെയ്തു. അതുകൊണ്ട് ശരി, കഴിഞ്ഞത് കഴിഞ്ഞു, പോട്ടെ. ഇപ്പം നോർമലായി. നരേന്ദ്രമോദിയുടെ അറിയിപ്പം വന്നു, വാണിജ്യ ഗ്യാസ് സിലിണ്ടറിന് മാത്രമാണ് നിയന്ത്രണം ഉണ്ടായിരുന്നത്, അതെടുത്ത് കളഞ്ഞ് യുദ്ധത്തിന് മുമ്പുള്ള സ്ഥിതിയിലേക്ക് പൊക്കോട്ടെ എന്നൊക്കെ പറഞ്ഞ് നമ്മൾ മിണ്ടാതിരിക്കുകയാണ്. അപ്പോൾ ആ സമയത്ത് കൂടുതൽ വലിയ വാചകം അടിക്കരുത്, പൊങ്ങച്ചം പറയരുത്. ഗസയാവാതിരുന്നത് പ്രത്യേകിച്ചും ഇസ്രായേലിൻ്റെ അമേരിക്കയുണ്ട്. അവർ വിചാരിച്ചാൽ ഇറാനിലും ഗസയുണ്ടായേനെ. നിങ്ങളുടെ ഡിഫൻസ് സിസ്റ്റം മുഴുവൻ തകർന്നു പോയിരുന്നു. നിങ്ങളുടെ നേവി വട്ടപൂജ്യമായിരുന്നു. നിങ്ങളുടെ എയർഫോഴ്സ് നേരത്തെ തന്നെ ഉണ്ടായിരുന്നില്ല, ഉള്ളത് വട്ടപൂജ്യമായി പോയി. നിങ്ങളുടെ ഇത്ര വലിയ മിസൈലായിരുന്നെങ്കിൽ ആ ഒമാൻ കടലിടുക്കിൽ ബ്ലോക്കേഡില്ലായിരുന്നോ? അമേരിക്കയുടെ ബ്ലോക്കേഡ്. ആ കപ്പലുകളുടെ നേർക്ക് നിങ്ങളുടെ മിസൈൽ പോകാൻ എന്താ? ഒരു മിസൈൽ ഒരു കപ്പലിൻ്റെ നേർക്ക് പോവുക, അത് കൊള്ളണമെന്ന് പോലും എനിക്കില്ല. ഡീഗോ കാർഷിയിലേക്ക് നിങ്ങൾ 2 മിസൈൽ അയച്ചല്ലോ, 4000 കിലോമീറ്റർ ദൂരെ. അത്രയും ചെയ്യാവുന്ന ആൾക്കാർ ഈ ബ്ലോക്കേഡ് എന്ന് പറഞ്ഞിട്ട് എബ്രഹാം ലിങ്കൺ, ജെറാൾഡ് ഫോർഡ്, അവരിവരൊക്കെ കിടന്നില്ലേ? വെച്ച് താങ്ങണ്ടേ 4 മിസൈൽ? ചെയ്തില്ലല്ലോ ചേട്ടാ. അതുകൊണ്ട് ഈ വേണ്ടാത്ത വാചകം അടിയൊന്നും വേണ്ട. ഞങ്ങളുമൊക്കെ ഇത് കണ്ടുകൊണ്ടിരുന്നതാണ്. എന്ത് വാങ്ങിക്കോട്ടെ, തങ്കപ്പൻ ചേട്ടൻ്റെ കലാപരിപാടികൾ നടക്കട്ടെ. നമ്മുടെ പ്രധാനമന്ത്രിക്ക് അവിടെ വരാൻ സൗകര്യം ഉണ്ടാകും എന്നെനിക്ക് തോന്നുന്നില്ല. തങ്കപ്പൻ ചേട്ടന് എല്ലാ ആശംസകളും നേരുന്നു. താങ്ക് യു.